ഇപ്പോൾ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം വേണ്ടിയിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 4 അസംബ്ലി സീറ്റുകളിൽ മത്സരിക്കാൻ 1960 ജനസംഘം തീരുമാനിച്ചു. ആദ്യത്തെ മണ്ഡലം കോഴിക്കോട്, രണ്ടാമത്തേത് തൃശ്ശൂരിൽ അണ്ടത്തോട്, മൂന്നാമത്തേത് ഗുരുവായൂർ, നാലാമത്തത് EMS മത്സരിക്കുന്ന പട്ടാമ്പി. പട്ടാമ്പിയിൽ പി മാധവമേനോനെ മത്സരിപ്പിക്കാനാണ് ജനസംഘം തീരുമാനിച്ചത്. പത്രികാ സമർപ്പണമൊക്കെ നടന്നു, സജീവമായ പ്രചരണവും തുടങ്ങി. പെട്ടെന്നൊരു ദിവസം സുപ്രഭാതത്തിൽ ജനസംഘം സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു. അത് കോൺഗ്രസുമായി നടത്തിയ ബാന്ധവമായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. അന്ന് രഹസ്യമായിട്ടല്ല, പരസ്യമായി തന്നെയാണ് ജനസംഘം കോൺഗ്രസ്സിന് പിന്തുണ നൽകിയത്. EMSനെ തോൽപ്പിക്കാൻ കോൺഗ്രസുമായി സഹകരിക്കും എന്നാണ് ജനസംഘം പറഞ്ഞത്. കോൺഗ്രസ് നേതാവ് A. രാഘവൻ നായരായിരുന്നു അന്ന് സ്ഥാനാർത്ഥി. അത് കോൺഗ്രസ് ലീഗ് PSP സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. ദേശീയ നേതാക്കൾ ഉൾപ്പെടെയാണ് അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പട്ടാമ്പിയിൽ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത്. കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളെല്ലാം വന്ന് സംസാരിച്ചു. അതിനു പുറമെ ജനസംഘം നേതാവ് ദീനദയാൽ ഉപാധ്യായ പട്ടാമ്പിയിൽ വന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തേടി. പരസ്യമായ സംഘപരിവാർ ബാന്ധവത്തിലും കോൺഗ്രസ് രക്ഷപ്പെട്ടില്ല. EMS വിജയിച്ചു. 7322 വോട്ടുകൾക്കാണ് EMS അന്ന് വിജയിച്ചു വന്നത്. ഇനി 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 1971 5ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. പാലക്കാട് നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് AKG ആണ്. അപ്പോൾ കോൺഗ്രസിനും ജനസംഘത്തിനും ഒരൊറ്റ സ്ഥാനാർത്ഥിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതാരായിരുന്നു? അവിടെ മാങ്കുറിശ്ശിയിലെ ജനസംഘം നേതാവായിരുന്ന TC ഗോവിന്ദൻ. അദ്ദേഹമായിരുന്നു കോൺഗ്രസിൻ്റെയും RSSൻ്റെയും സഖ്യ സ്ഥാനാർത്ഥി. നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി M. രാജഗോപാൽ പിൻവാങ്ങി. പക്ഷേ പാലക്കാട്ടെ വോട്ടർമാരും ജനങ്ങളും AKGയെ വിജയിപ്പിക്കുകയാണ് ചെയ്തത്. 1979 കേരളത്തിൽ 4 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. കാസർഗോഡ്, തലശ്ശേരി, തിരുവല്ല, പാറശാല. ആ ഘട്ടത്തിലാണ് ഒരു RSSകാരൻ്റെയും വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ട എന്ന് EMS പ്രഖ്യാപിച്ചത്. 4 മണ്ഡലങ്ങളിലും ഇടതുപക്ഷം അന്ന് വിജയിച്ചു വരികയാണ് ഉണ്ടായത്. 1980 ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പ്. 1980 ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് വന്നു. 1980 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞു O. രാജഗോപാലായിരുന്നു, ജനസംഘക്കാരൻ. അന്ന് കോൺഗ്രസ് ഐക്കാർ RSSകാരന് വേണ്ടി വോട്ട് തേടി. രാമണ്ണറയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത്. 73,587 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് രാമണ്ണറെ ജയിച്ചത്. 1980 പെരിങ്ങളം മണ്ഡലത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, KG മാരാറും AK ശശീന്ദ്രനും നേരിട്ടത്. അതേ വർഷം എടക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥി മറ്റാരുമായിരുന്നില്ല, മുൻ KPCC പ്രസിഡന്റ് K. സുധാകരനായിരുന്നു. K. സുധാകരൻ അന്നും ജനതാ പാർട്ടി തന്നെയായിരുന്നു. ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് അവിടെ മത്സരിച്ചത്. RSSകാരായ O. രാജഗോപാലും KG മാരാരും അംഗങ്ങളായ അതേ പാർട്ടിയിൽ നിന്ന് അതേ ചിഹ്നത്തിലായിരുന്നു സുധാകരൻ മത്സരിച്ചത്. കോൺഗ്രസ് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് തേടി. ഞങ്ങളെ സ്ഥാനാർത്ഥി അന്നത്തെ അഖിലേന്ത്യാ ലീഗിലെ PPV മൂസിയായിരുന്നു. അദ്ദേഹമാണ് സുധാകരനെ പരാജയപ്പെടുത്തി ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ഒറ്റപ്പാലം മണ്ഡലത്തിൽ
ജനതാ പാർട്ടിയിലെ PR നമ്പ്യാർക്ക് വേണ്ടിയാണ് കോൺഗ്രസ്സുകാർ പ്രവർത്തിച്ചത്. ഇടതുപക്ഷത്ത് VC കബീറായിരുന്നു, അദ്ദേഹം വിജയിച്ചു വന്നു. 1991 ബേപ്പൂർ, വടകര മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കോലീബി സഖ്യം, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ കോലീബി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് അഡ്വക്കേറ്റ് രത്നസിംഗ് ആയിരുന്നു. അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ 91 കോൺഗ്രസ് ലീഗ് BJP ബാന്ധവത്തെക്കുറിച്ച് തുറന്നങ്ങെഴുതി. അപ്പം അതിപ്പോൾ ഒരു നിഷേധിക്കാൻ ആർക്കും കഴിയാത്തൊരു കാര്യമാണ്. തീരട്ടെ ഇത് തീരട്ടെ. ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ അല്ല, ഇത് കഴിയട്ടെ. ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ നമ്മുടെ കോലീബി സ്ഥാനാർത്ഥി ഡോക്ടർ K മാധവൻകുട്ടി, അദ്ദേഹം ഇത് പിന്നീട് വെളിപ്പെടുത്തി. കോലീബി സഖ്യത്തിൻ്റെ രൂപവൽക്കരണത്തിന് മുന്നിൽ നിന്നാരായിരുന്നു? BJPയിലെയും കോൺഗ്രസ്സിലെയും മുസ്ലിം ലീഗിലെയും പ്രമുഖ നേതാക്കൾ. ഇതേ കോലീബി സഖ്യമാണ് പിന്നീട് നേമത്തും കാണാൻ കഴിഞ്ഞത്, പല തെരഞ്ഞെടുപ്പുകളിലും കാണാൻ കഴിഞ്ഞത്.